Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അരേയുടെ വീഡിയോ കണ്ടു. ചാപ്റ്റർ 2ന്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അരേയും സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആണ് രണ്ട് വീഡിയോ ആയിട്ട് നമ്മളത് പഠിച്ചത്. അപ്പോൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ആ ചാപ്റ്ററിലെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതിലെ പ്രോബ്ലംസ് ആണ് ഈ തന്നേക്കുന്നത്. ഒന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ റൈറ്റ് അരേ ഡിക്ലറേഷൻ ഫോർ ദി ഫോളോയിങ്. ഈ തന്നേക്കുന്നതിൻ്റെ അരേ ഡിക്ലറേഷൻ എഴുതുക. അതിൽ എ സ്കോർ ഓഫ് 100 സ്റ്റുഡൻസ്, 100 സ്റ്റുഡൻസിൻ്റെ സ്കോർ സ്റ്റോർ ചെയ്യാനുള്ള അരേ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ സ്കോർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻറ്റിജർ ആയിരിക്കും. സ്കോർ എന്ന് പറയുന്നത് ഇൻറ്റ് ഡേറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡേറ്റ ടൈപ്പ് ഇൻറ്റ് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് അരയുടെ നെയിം എന്ന് പറയുന്നത് ഞാൻ സ്കോർ എന്ന് കൊടുക്കുന്നു. 100 ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ. 100 എന്ന് പറയുമ്പോൾ 100 കുട്ടികളുടെ സ്കോർ സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിക്ലെയർ ചെയ്തു? ഇൻറ്റ് സ്കോർ ഓഫ് 100. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള അരേ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ലെറ്റർ സ്റ്റോർ ചെയ്യാനുള്ള അരേ ഡിക്ലെയർ ചെയ്യുക. ഇംഗ്ലീഷ് ലെറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 26 ക്യാരക്ടറാണുള്ളത്. അത് ലെറ്റർ എന്ന് പറയുമ്പം ക്യാരക്ടർ ഡേറ്റ ടൈപ്പാണ്. അപ്പോൾ എന്താണ്? ക്യാർ ലിറ്റർ ഓഫ് 26. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തത് ലിസ്റ്റ് ഓഫ് 10 ഇയേഴ്സ്, 10 ഇയർ സ്റ്റോർ ചെയ്യാനുള്ള അരേ ഡിക്ലെയർ ചെയ്യുക. ഇയർ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇൻറ്റീജറിൽ എടുക്കാം. അപ്പോൾ ഇൻറ്റ് ഇയർ ഓഫ് 10. നെക്സ്റ്റ് ലിസ്റ്റ് ഓഫ് 30 റിയൽ നമ്പേഴ്സ്, ലിസ്റ്റ് ഓഫ് 30 റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ ഫ്ലോട്ടാണ്. അപ്പോൾ ഫ്ലോട്ട് നം ഓഫ് 30. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അരേ ഡിക്ലെയർ ചെയ്യുന്നത്. അരേ ഡിക്ലെയർ ചെയ്യുന്നത് അതിൻ്റെ ഡേറ്റ ടൈപ്പ്, അരയുടെ നെയിം, ബ്രാക്കറ്റിൽ അതിൻ്റെ സൈസ്. ഇങ്ങനെയാണ് അരേ ഡിക്ലെയർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് അരേ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദി ഫോളോയിങ്. അരേ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ എ ക്വസ്റ്റ്യൻ നോക്കൂ. In an array of 10 score 89, 75, 82, 93 ഈ നമ്പറുകൾ ഇനിഷ്യലൈസ് ചെയ്യുക അല്ലേ. അപ്പോൾ എങ്ങനെയാണ്? സ്കോർ ആയതുകൊണ്ട് നമ്മൾ ആ ഡേറ്റ ടൈപ്പ് ഇൻറ്റ് എന്ന് കൊടുത്തു. സ്കോർ എന്ന് പറയുന്ന അരയുടെ പേര് കൊടുത്തു. ബ്രാക്കറ്റിൽ 10. അപ്പോൾ ഇൻറ്റ് സ്കോർ ഓഫ് 10 ഈക്വൽ ടു. ഇനിഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെ? ഇനിഷ്യലൈസ് ചെയ്യുന്നത് കേളി ബ്രാക്കറ്റിനുള്ളിൽ എലമെൻസുകൾ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേളി ബ്രാക്കറ്റിനുള്ളിൽ 89, 75, 82 ഇതെല്ലാം കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ലാസ്റ്റ് സെമിക്കോളൻ കൊടുക്കുന്നു. അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കൂ. ലിസ്റ്റ് ഓഫ് 5 എമൗണ്ട്സ്, ലിസ്റ്റ് ഓഫ് 5 എമൗണ്ട്, 5 എമൗണ്ടിൻ്റെ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു അരേ ഇനിഷ്യലൈസ് ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 10.62, 30.98 ഇതാണ് വാല്യൂസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ അരേ എങ്ങനെയാണ് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാവുന്നത്? ഇവിടെയാണ് ഞാനത് കാണിച്ചേക്കുന്നത്. അരേ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എമൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ഏത് ഡേറ്റ ടൈപ്പ് കൊടുത്തു? ഫ്ലോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡബിൾ കൊടുക്കാം. ഡബിളോ ഫ്ലോട്ടോ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലോട്ട് കൊടുത്തിരിക്കുന്നു. അരയുടെ പേര് എമൗണ്ട് കൊടുത്തിരിക്കുന്നു. ഫ്ലോട്ട് എമൗണ്ട് ഓഫ് ഈക്വൽ ടു കേളി ബ്രാക്കറ്റിനുള്ളിൽ എന്ത് കൊടുക്കുന്നു? കേളി ബ്രാക്കറ്റിനുള്ളിൽ അരേ 10.62, 13.9 എന്നുള്ള വാല്യൂസ് കേളി ബ്രാക്കറ്റിനുള്ളിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? സ്പെസിഫൈ ചെയ്തിരിക്കുകയാണ്. കേളി ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്തിരിക്കുകയാണ്. കേളി ബ്രാക്കറ്റിനുള്ളിൽ അതിൻ്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ട് എമൗണ്ട് ഓഫ് 10.62, 13.9 ഇങ്ങനെയാണ് അരേ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഓഫ് 100 ഇൻട്രസ്റ്റ് റേറ്റ് ആണ് തന്നിരിക്കുന്നത്. 100 ഇൻട്രസ്റ്റ് റേറ്റുകൾ സ്റ്റോർ ചെയ്യാനുള്ള അരേ ഇനിഷ്യലൈസ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ 6 വാല്യൂ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഫ്ലോട്ട് റേറ്റ് ഓഫ് 100 ഈക്വൽ ടു തന്നേക്കുന്ന 6 വാല്യൂ നമ്മൾ ഇതുപോലെ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ബാലൻസ് എന്തായിരിക്കും? ബാലൻസ് 0 വെച്ച് ഇനിഷ്യലൈസ് ചെയ്തോളും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ അരേ ഓഫ് 10 മാർക്സ് വിത്ത് വാല്യൂ 0. 10 മാർക്സ് സ്റ്റോർ ചെയ്യണം. അതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂ 0 ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കൂ. ഇൻറ്റ് മാർക്ക് ഓഫ് 10 ഈക്വൽ ടു 0. 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്താൽ എല്ലാവർക്കും എന്തായി മാറും? 0 വെച്ച് ഇനിഷ്യലൈസ് ആയിക്കോളും. അടുത്ത ക്വസ്റ്റ്യൻ അരേ വിത്ത് ലെറ്റേഴ്സ് ഓഫ് വിബ്ജിയോർ. വിബ്ജിയോർ എന്ന് പറയുന്ന ലെറ്റേഴ്സ് വിത്ത് അരേ ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പോൾ ക്യാർ കളർ ഞാൻ അതിൻ്റെ സൈസ് ഒമിറ്റ് ചെയ്തേക്കാണ്, സൈസ് കൊടുത്തില്ല. ഈക്വൽ ടു കേളി ബ്രാക്കറ്റിനുള്ളിൽ വിബ്ജിയോറിൻ്റെ ലെറ്ററുകളെല്ലാം ഇതുപോലെ ക്യാരക്ടർ ആയതുകൊണ്ട് സിംഗിൾ കോഴ്സിൽ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു അല്ലേ. ഇതുപോലെ എഴുതാം. അതുപോലെ അരേ വിത്ത് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഈച്ച് മന്ത്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അരേ വിത്ത് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഈച്ച് മന്ത്. ഓരോ മാസത്തെയും നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റോർ ചെയ്യാനുള്ള അരേ. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, അപ്പോൾ ഓരോ മാസത്തെ അങ്ങനെ 12 മാസത്തെ മന്തിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റോർ ചെയ്യാനുള്ളൊരു അരേ എഴുതുക. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് എ C++ കോഡ് ടു ഇൻപുട്ട് വാല്യൂസ് ഇൻ ടു ദി അരേ ഇൻറ്റ് AR ഓഫ് 50. ഇപ്പോൾ ഇവിടെ ഒരു അരേ തന്നിട്ടുണ്ട് AR of 50. ഇതിനകത്ത് വാല്യൂ ഇൻപുട്ട് ചെയ്യാനുള്ള കോഡ് എഴുതുക.
അല്ലേ? എങ്ങനെ നമുക്ക് കോഡ് എഴുതാം? ആദ്യം അരേ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇൻറ്റ് AR of 50. അരേ റീഡ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ലൂപ്പാണ് ഫോർ ലൂപ്പ്. 4 int I equal to 0 സെമിക്കോളൻ I less than 50 I plus plus C in AR of I. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ എഴുതിയാൽ 50 വാല്യൂസും ഈ AR എന്ന് പറയുന്ന അരയിൽ എന്താവും റീഡ് ചെയ്ത് കിട്ടും നമുക്ക്, അല്ലേ? ഈ 3 ലൈൻ ഓഫ് കോഡ് എഴുതിയാൽ മാത്രം മതി. അടുത്ത ക്വസ്റ്റ്യൻ, write a C++ code fragment to display the elements in the even position of the array float val of 100. ഇപ്പോൾ ഇവിടെ ഒരു അരേ തന്നിട്ടുണ്ട്, val of 100 എന്ന് പറയുന്ന അരയാണ്. ഇതിൽ ഈവൻ പൊസിഷനിലുള്ള എലമെൻറ്റുകൾ മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി. ഈവൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0, 2, 4, 6 ആ പൊസിഷനുള്ളത്. അപ്പോൾ നമ്മൾ ലൂപ്പ് കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാം? ഇതിൻ്റെ ആൻസർ ഇതാണ്. ലൂപ്പ് കൊടുക്കുമ്പോൾ for I equal to 0 I less than 100. അപ്പോൾ അപ്ഡേഷൻ ആദ്യം 0 ആണെങ്കിൽ അടുത്ത് എന്തായിരിക്കണം? 2 ആയിരിക്കണം, അല്ലേ? അപ്പോൾ I equal to I plus 2 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഐയുടെ വാല്യൂ ആദ്യം 0 ആകും, പിന്നീട് അടുത്ത വാല്യൂ ഐയുടെ വാല്യൂ 2 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഐയുടെ വാല്യൂ 2, ഐയുടെ വാല്യൂ അടുത്ത 4. അപ്പോൾ ആ ഈവൻ പൊസിഷനുള്ള എലമെൻറ്റുകൾ മാത്രം നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ I equal to I plus plus എന്ന്, അപ്പോൾ 1 വെച്ച് കൂടും. അപ്പോൾ 0, 1, 2, 3 ആ ഓർഡറിൽ പോകും ഇവിടെ കൊടുക്കുമ്പോൾ. പക്ഷേ ഇവിടെ ഞാൻ ഐയുടെ വാല്യൂ I equal to I plus 2 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം 2 വെച്ച് ഇൻക്രിമെൻ്റ് ആയി പോകും. 2 വെച്ച് ഇൻക്രിമെൻ്റ് ആകുമ്പോൾ നമുക്ക് ഈവൻ പൊസിഷനുള്ള എലമെൻറ്റുകളെ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഈ ചാപ്റ്ററിൽ നമ്മുടെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നത് ലാസ്റ്റ് പേജിൽ കുറേ പ്രോബ്ലംസ് നമുക്ക് ഉണ്ടായിരുന്നു. അതും കൂടെ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഇവിടെയാണ് അടുത്ത പ്രോബ്ലംസ് കിടക്കുന്നത്. The element of an array with 10 elements are numbered from. അതായത് ഒരു അരയിൽ 10 എലമെൻ്റ് ഉണ്ടെങ്കിൽ ഇതിനെ നമ്പർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 0 to 9. 0 തൊട്ട് 9 വരെ ആയിരിക്കും ഇതിനെ നമ്മൾ നമ്പർ ചെയ്യുന്നത്, അല്ലേ? 10 എലമെൻറ്റ്സ് നിന്ന് 0 to 9 വരെ 10 എലമെൻറ്റ് കിട്ടും. An array element is accessed using, ഓരോ അരേ എലമെൻറ്റുകളെയും എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? യൂസിങ് ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ്. ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അരേ എലമെൻറ്റുകളെ ആക്സസ് ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് AR is an array which element will be referred using AR of 7. AR എന്ന് പറയുന്ന അരയിൽ AR of 7 എന്ന് പറഞ്ഞാൽ ഏത് എലമെൻറ്റിനെയാണ് റെഫർ ചെയ്യുന്നത്? 8 എന്ന് പറയുന്ന എലമെൻറ്റിനെയാണ് റെഫർ ചെയ്യുന്നത്, അല്ലേ? 0 ആണ് ഫസ്റ്റ് എലമെൻറ്റിനെ റെഫർ ചെയ്യുന്നത്, അപ്പോൾ 1 ആണ് സെക്കൻഡ് എലമെൻറ്റിനെ റെഫർ ചെയ്യുന്നത്, അപ്പോൾ 7 ആണ് 8 എലമെൻറ്റിനെ റെഫർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ അരേ ഡിക്ലറേഷൻ ഇൻ A of 3 equal to 2, 3, 4. ഇപ്പോൾ ഒരു അരേ തന്നേക്കാണ് A of 3 equal to 2, 3, 4. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് A of 1? A of 1ൻ്റെ വാല്യൂ എന്തായിരിക്കും? അപ്പോൾ ഇങ്ങനെ ഒരു അരേ കൊടുത്തു കഴിഞ്ഞാൽ 2 എന്ന് പറയുന്നത് ഏത് പൊസിഷനിലായിരിക്കും? 2 എന്ന് പറയുന്നത് 0, അല്ലേ? 3 ഒന്നാമത്തെ പൊസിഷൻ, 4 എന്ന് പറയുന്നത് രണ്ടാമത്തെ പൊസിഷൻ. ഇങ്ങനെയായിരിക്കും വരിക, രണ്ടാമത്തെ പൊസിഷൻ. അപ്പോൾ A of 1 എന്ന് പറയുന്നത് ഏത് പൊസിഷനിലായിരിക്കും? A of 1 എന്ന് പറയുന്നത് 3 ആയിരിക്കും A of 1ലിരിക്കുന്ന വാല്യൂ, അല്ലേ? 3 ആയിരിക്കും A of 1ൻ്റെ വാല്യൂ. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അതിനോട് സമാനമായ ക്വസ്റ്റ്യൻ തന്നെയാണ്. കൺസിഡർ ദ അരേ ഡിക്ലറേഷൻ A of 1, 2, 4. ഇവിടെ അരയുടെ സൈസ് പറഞ്ഞിട്ടില്ല, അല്ലേ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് A of 1? സൈസ് പറയാത്തപ്പോൾ A of 1ൻ്റെ വാല്യൂ എന്തായിരിക്കും? അപ്പോൾ സൈസ് പറഞ്ഞില്ലെങ്കിലും എങ്ങനെയായിരിക്കും അരയിലെ വാല്യൂസ്? അത് 0th എലമെൻ്റ് ആയിരിക്കും, ഇത് ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും, ഇത് സെക്കൻഡ് എലമെൻ്റ് ആയിരിക്കും, അല്ലേ? അപ്പം സൈസ് ഒമിറ്റ് ചെയ്താലും ഈ ഓർഡർ തന്നെയാണ് എലമെൻറ്റുകൾ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ A of 1 എന്ന് പറയുന്നത് ഏത് വാല്യൂ ആയിരിക്കും? 2 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും A of 1ൽ ഉണ്ടായിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ, പ്രിന്റ് ഓൾ ദി എലമെന്റ്സ് ഇൻ ആൻ അരേ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. എല്ലാ എലമെന്റുകളും പ്രിന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏതിന് എക്സാമ്പിളാണ്? ട്രാവേഴ്സലിന് എക്സാമ്പിളാണ്. ഏതിന് എക്സാമ്പിളാണ്? ട്രാവേഴ്സലിന് എക്സാമ്പിളാണ്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് കോഡ് സെഗ്മെന്റ്. ഈ തന്നേക്കുന്ന കോഡ് സെഗ്മെന്റ് ഔട്ട്പുട്ട് എന്താണെന്ന് പറയുക, അല്ലേ? പുട്സ് ഹലോ, പുട്സ് ഫ്രണ്ട്. എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്? ഹലോ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആവും. ആ ഡിസ്പ്ലേ ആവുന്നതിന് വ്യത്യാസമുണ്ട്. ഓരോ ലൈൻ, ഹലോ എന്ന് പറയുന്ന ഒരു ലൈനിൽ ഡിസ്പ്ലേ ചെയ്യും, ഫ്രണ്ട്സ് എന്ന് പറയുന്ന നെക്സ്റ്റ് ലൈനിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പുട്സിന് പകരം സി ഔട്ട് കൊടുത്താലോ ഇവർ രണ്ടുപേരും ഒരേ സിംഗിൾ ലൈനിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ പുട്സ് എന്ന് പറയുന്നത് ആ കൊടുക്കുന്ന സ്ട്രിങ് ഒരു സിംഗിൾ ലൈനിൽ ഡിസ്പ്ലേ ചെയ്ത് നെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് നെക്സ്റ്റ് ന്യൂ ലൈനിലായിരിക്കും.
അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഫോർ സ്റ്റോറിംഗ് ദ സ്ട്രിംഗ് GCC. GCC എന്ന് പറയുന്ന സ്ട്രിംഗ് സ്റ്റോർ ചെയ്യാനുള്ള ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ സ്ട്രിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ക്യാരക്ടർ അരയാണ്. അപ്പോൾ ക്യാർ str ഓഫ് അരേ കൊടുത്തു ഈക്വൽ ടു GCC എന്നുള്ള സ്ട്രിംഗ് ആയതുകൊണ്ട് ഡബിൾ കോഴ്സിൽ ഞാൻ GCC എന്ന് എഴുതിയാൽ മതി. അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ആൻ അരേ. എന്താണ് അരേ? അപ്പോൾ അത് നമ്മൾ ആദ്യമേ പഠിച്ചു. അരേ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മെമ്മറി, സെയിം എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ സെയിം എലമെൻറ്റുകൾ സ്റ്റോർ ചെയ്യുന്നവയാണ് നമ്മൾ അരേ എന്നുള്ള കൺസെപ്റ്റിൽ പറഞ്ഞേക്കുന്നത്. അടുത്ത 10, വാട്ട് ഡസ് ദി ഡിക്ലറേഷൻ സ്റ്റുഡ് ലിസ്റ്റ് 1000 മീൻസ്? ഇങ്ങനെ കൊടുത്താൽ ഇൻഡ് സ്റ്റുഡ് ലിസ്റ്റ് 1000 ഇങ്ങനെ കൊടുത്താൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? എന്തായിരിക്കും അല്ലേ? എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? സ്റ്റുഡ് ലിസ്റ്റ് is an array which store 1000 integer element. എന്തായിരിക്കും? സ്റ്റുഡ് ലിസ്റ്റ് is an array which store 1000 integer element. 1000 integer element സ്റ്റോർ ചെയ്യാനുള്ള അരേ ആണ് സ്റ്റുഡ് ലിസ്റ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. അടുത്ത, ഹൗ ഈസ് മെമ്മറി അലോക്കേറ്റഡ് ഫോർ എ സിംഗിൾ ഡയമെൻഷണൽ അരേ? അത് നമ്മൾ ആദ്യം കണ്ടു, മെമ്മറി എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ ഡയമെൻഷണൽ അരേയിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടാണ്. അപ്പോൾ അവിടെ ഇൻറ്റിജർ ഡേറ്റ ആണെങ്കിൽ ഓരോ എലമെന്റിനും 4 ബൈറ്റ് വെച്ച് അലോക്കേറ്റ് ചെയ്യും. അല്ല ഫ്ലോട്ട് ആണെങ്കിലും 4 ബൈറ്റ് വെച്ച് അലോക്കേറ്റ് ചെയ്യും. ക്യാർ ആണെങ്കിൽ 1 ബൈറ്റ് വെച്ച് അലോക്കേറ്റ് ചെയ്യും. അത് നമ്മൾ മെമ്മറി അലോക്കേഷനിനകത്ത് പഠിച്ച ആ പിക്ചറാണ് അവിടെ വരയ്ക്കേണ്ടത്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാം നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ 13 നോക്കൂ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ക്യാർ നെയിം ഓഫ് 20, സി ഇൻ നെയിം, സി ഔട്ട് നെയിം. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഇഫ് ഇൻപുട്ട് സ്ട്രിംഗ് ഈസ് സച്ചിൻ ടെണ്ടുൽക്കർ? അതായത് ഇങ്ങനെ നമ്മളൊരു കോഡ് സെഗ്മെന്റ് എഴുതി ഇതിന് ഇൻപുട്ടായിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് കൊടുത്താൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്? എന്തായിരിക്കും ഔട്ട്പുട്ട്? സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് ഫുള്ളായിട്ട് കിട്ടുമോ, സച്ചിൻ മാത്രം കിട്ടുമോ? സച്ചിൻ എന്നുള്ളത് മാത്രമായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. കാരണം സീൻ സ്റ്റേറ്റ്മെന്റ് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലേ, ഈ സ്പേസ് ഡീലിമിറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ സച്ചിൻ എന്നുള്ള പോർഷൻ മാത്രമേ നമുക്ക് ആ നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ആവത്തുള്ളൂ. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് സ്റ്റോർ ആവില്ല. ഇനി സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് കംപ്ലീറ്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കണം? ഗെറ്റ്സ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കണം. ഓക്കെ, അടുത്ത അരേ വെച്ച് ഉപയോഗിക്കുന്ന ഒരു സാമ്പിൾ പ്രോഗ്രാം കൂടി നമുക്കിവിടെ ഇതിനോടൊപ്പം ഈ വീഡിയോയിൽ നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. അപ്പോൾ ഇവിടെ C++ പ്രോഗ്രാം ടു റീഡ് അരേ എലമെൻറ്റ്സ് ആൻഡ് ഡിസ്പ്ലേ ദ എലമെൻറ്റ്സ് ഇൻ റിവേഴ്സ് ഓർഡർ. അരേ എലമെൻറ്റ് റീഡ് ചെയ്യുകയും ഇൻ റിവേഴ്സ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നത് ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. അല്ലേ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് നെയിം സ്പേസ് std int main. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അരേ ഡിക്ലെയർ ചെയ്യണം അല്ലേ. അരേ ഇൻറ്റിജർ അരേ. അപ്പോൾ ഇൻറ്റ് a of 100 എന്ന് കൊടുത്തു. ഇനി 100 എലമെൻറ്റ്സ് നമുക്ക് എപ്പോഴും റീഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്കൊരു ലിമിറ്റ് വയ്ക്കാം. അപ്പോൾ അത് ആ ലിമിറ്റ് സ്റ്റോർ ചെയ്യാൻ ഒരു n എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു. ലൂപ്പിംഗ് വേരിയബിൾ i വേണം, അതുകൊണ്ട് i കൂടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സി ഔട്ട് എന്നിൻ്റെ വാല്യൂ റീഡ് ചെയ്യണം. enter the number of elements. ചോദിച്ചു. സി ഇൻ n റീഡ് ചെയ്തു. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമ്മളൊരു മെസ്സേജ് ഇട്ട് കൊടുത്തു, ആ n റീഡ് ചെയ്തു. നെക്സ്റ്റ് അരേ റീഡ് ചെയ്യണം അല്ലേ. അരേ റീഡിങ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അരേ റീഡിങ്. അരേ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? അരേ റീഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർ ലൂപ്പാണ്. for I equal to 0, I less than n, semicolon, I plus plus. ഓക്കെ, അതിൻ്റെ വാല്യൂ 0 എന്നും n വരെയുള്ള ലൂപ്പ് എഴുതി. ഇനി നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നു. സി ഔട്ട് എൻ്റർ എലമെൻറ്റ്. എലമെൻറ്റ് എന്ന് പറയുന്നൊരു മെസ്സേജ് നമ്മളിവിടെ കൊടുത്തു. സി ഇൻ അരേ റീഡ് ചെയ്യണം അല്ലേ. സി ഇൻ അരയുടെ പേര് എ ഓഫ് ഇങ്ങനെ റീഡ് ചെയ്യുന്ന എ ഓഫ് ഐ. അപ്പോൾ ഇവിടെ ഫോർ ലൂപ്പിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഇതിനെ നമ്മളൊന്ന് ഗ്രൂപ്പ് ചെയ്യണം. അടുത്ത വീണ്ടും ഡിസ്പ്ലേയിങ് ആണ് അല്ലേ. അരേ ഡിസ്പ്ലേ ആണ്. അരേ ഡിസ്പ്ലേക്ക് വീണ്ടും നമ്മൾ ഫോർ ലൂപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. I equal ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ റിവേഴ്സ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ റിവേഴ്സ് ഓർഡർ. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം n-1 I greater than or equal to 0, I
മൈനസ് മൈനസ്. ഓക്കെ, സി ഔട്ട് എ ഓഫ് ഐ ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിനോടൊപ്പം നെക്സ്റ്റ് ലൈനിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഈ സിമ്പിളും കൂടെ നമ്മൾ കൊടുക്കുന്നു. അതിനകത്ത് /n ഒരു ന്യൂ ലൈൻ ഇങ്ങോട്ട് കൊടുത്താൽ നെക്സ്റ്റ് ലൈനിൻ്റെ ഓരോ എലമെൻറ്റും പ്രിൻ്റ് ചെയ്ത് നെക്സ്റ്റ് ലൈനിലേക്ക് പൊക്കോളും. ഓക്കെ, റിട്ടേൺ 0 കൊടുക്കുന്നു. നമ്മുടെ മെയിൻ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. ഈ പ്രോഗ്രാം നമ്മൾ കമ്പൈൽ ചെയ്യുന്നു. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. അതിനെ ബിൽഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കത് ആ വിൻഡോ ഇതുപോലെ വരും. എൻ്റർ ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ചോദിച്ച് ഞാൻ 5 എന്ന് കൊടുക്കുന്നു. എൻ്റർ എലമെൻറ്റ് ഞാൻ 10 കൊടുത്തു, 30 കൊടുത്തു, 40 കൊടുത്തു, 45 കൊടുത്തു, 62 കൊടുത്തു. അപ്പോൾ എലമെൻറ്റ്സ് എല്ലാം നോക്കി റിവേഴ്സ് ഓർഡറിൽ ഡിസ്പ്ലേ ആയി. 62, 45 ഓരോ എലമെൻറ്റ് റിവേഴ്സ് ഓർഡറിൽ വന്നു. 62, 45, 50, 30, 10. ഞാൻ ലാസ്റ്റ് കൊടുത്ത എലമെൻറ്റ് ആദ്യം വന്നു. അങ്ങനെ റിവേഴ്സ് ഓർഡറിൽ ഡിസ്പ്ലേ ആയി. ആ പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു C++ പ്രോഗ്രാമാണ്. റൈറ്റ് എ C++ പ്രോഗ്രാം ടു സ്വാപ്പ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എലമെൻറ്റ് ഇൻ ആൻ അറേ. അറേയിലെ ഫസ്റ്റ് എലമെൻറ്റും ലാസ്റ്റ് എലമെൻറ്റും കൂടി സ്വാപ്പ് ചെയ്യുക എന്നുള്ളൊരു C++ പ്രോഗ്രാമാണ് നമ്മൾ അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് ഹാഷ് ഇൻക്ലൂഡ് string using namespace std int main. ഇത്രയും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇത്രയും നമ്മൾ എഴുതി. അത് കഴിഞ്ഞ് നമുക്കൊരു അരേ വേണം അല്ലേ? അരേ ഡിക്ലെയർ ചെയ്യാണ്. ഇൻറ്റ് എ ഓഫ് 100 എന്ന് പറയുന്ന അരേ ഡിക്ലെയർ ചെയ്തു. ഇനി ഇത്രയും എലമെൻറ്റ് റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ലിമിറ്റിന് വേണ്ടി n എന്ന് പറയുന്നൊരു വേരിയബിൾ എടുക്കുന്നു. അരയുടെ ലൂപ്പിങ്ങിന് വേണ്ടി i എന്ന് പറയുന്ന വേരിയബിൾ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ അരേ എലമെൻറ്റുകൾ സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടെമ്പററി വേരിയബിൾ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഞാൻ t എന്ന് പറയുന്ന ടെമ്പററി വേരിയബിളും കൂടി എടുത്തു. അടുത്ത നമുക്ക് ഫസ്റ്റ് സി ഔട്ട് എലമെൻറ്റ് എത്ര ഉണ്ടെന്ന് റീഡ് ചെയ്യണം. സി ഔട്ട് എൻ്റർ ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ്. എൻ്റർ ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് യൂസറിനോട് ചോദിക്കുന്നു. സി ഇൻ എൻ, എൻ്റെ വാല്യൂ റീഡ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് അരേ റീഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ അരേ റീഡ് ചെയ്യണം. ഫോർ ഇൻറ്റ് വേണ്ടല്ലോ, നമ്മൾ i ഇവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ i = 0, i less than n, i++. എഴുതി. റീഡ് ചെയ്യാൻ പോവുകയാണ്. സി ഔട്ട് എൻ്റർ ദി എലമെൻറ്റ് എന്ന് കൊടുത്തു. സി ഇൻ അരേ റീഡ് ചെയ്യണം അല്ലേ? അരേ എങ്ങനെയാണ് കൊടുക്കുന്നത്? എ ഓഫ് ഐ എന്ന് അരേ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അരേ റീഡിങ് അവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് അരേ ഡിസ്പ്ലേ ചെയ്യണം അല്ലേ? ഡിസ്പ്ലേ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? സ്വാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എലമെൻറ്റ് ലാസ്റ്റ് എലമെൻറ്റും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യണം. ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? എ ഓഫ് 0. അപ്പോൾ ഞാൻ t എന്ന് പറയുന്ന ടെമ്പററി വേരിയബിളിലേക്ക് എ ഓഫ് 0 എടുത്ത് അസൈൻ ചെയ്തു. എ ഓഫ് 0. ഇനി എ ഓഫ് 0യിൽ ഏത് എലമെൻ്റ് ആയിരിക്കും പോകേണ്ടത്? എ ഓഫ് 0 എന്ന് പറയുന്നത് ലാസ്റ്റ് എലമെൻ്റ് അല്ലേ? എ ഓഫ് n-1 ആണ് ലാസ്റ്റ് എലമെൻറ്റ്. എ ഓഫ് n-1. ഇനി എ ഓഫ് n-1 എന്ന് പറയുന്ന ലാസ്റ്റ് എലമെൻറ്റേക്ക് ഏതിനെ കൊണ്ടുവയ്ക്കണം? ടെമ്പററി വേരിയബിൾ ടിയിൽ. അപ്പം എ ഓഫ് 0 നമ്മൾ ടിയിലേക്ക് എടുത്തല്ലോ. അപ്പോൾ n-1ലേക്ക് t എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന വേരിയബിളിലുള്ള വാല്യൂവിനെ കൊണ്ടുവച്ചു. അപ്പോൾ ഇവിടെ നമ്മുടെ സ്വാപ്പിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യാൻ വീണ്ടും നമ്മൾ ഫോർ ലൂപ്പ് എഴുതണം. i = 0, i less than n, i++. ഡിസ്പ്ലേ ചെയ്യണം അല്ലേ? സി ഔട്ട് എ ഓഫ് ഐ ഇങ്ങനെയല്ലേ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ലൈനിലോട്ട് പോകണം എന്നാണ് ഇവിടെ /n കൂടെ കൊടുക്കുന്നു. ഇനി നമുക്ക് മെസ്സേജ് കൊടുക്കണമെങ്കിൽ മെസ്സേജും കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മെസ്സേജ് കൊടുത്തില്ല. അപ്പോൾ അരേ എന്ത് ചെയ്തു? ഡിസ്പ്ലേ ആയി.
ഇവിടെ അരേ ഡിസ്പ്ലേ ആയി. റിട്ടേൺ 0. നമ്മുടെ മെയിൻ ഇവിടെ ക്ലോസ് ചെയ്തു. മെയിനും ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ അരേ ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതി, ഇവിടെ അരേ റീഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. ഇത് സ്വാപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുമാണ്. ഇതെന്താണ്? സ്വാപ്പിംഗ്. മനസ്സിലാവാൻ വേണ്ടി ഇവിടെ എഴുതുക സ്വാപ്പ്. ഇവിടെ സ്വാപ്പിങ്ങിന് വേണ്ടി നമ്മൾ എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്, സ്വാപ്പിംഗ്. ഇത് അരേ ഡിസ്പ്ലേയും അരേ റീഡിങ്ങും നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബിൽഡ് കമ്പൈൽ കൊടുക്കുന്നു. ഇവിടെ എന്തോ ഒരു എറർ കാണിച്ചു, സെമികോളൻ മിസ്സിങ് ആയിപ്പോയി. ഇതാ ഇവിടെ ഒരു സെമികോളൻ കൊടുക്കാനുണ്ടായിരുന്നു, അത് മിസ്സിങ് ആയിപ്പോയി. ഓക്കെ, സെമികോളൻ കൊടുത്തു. ബിൽഡ് കമ്പൈൽ കൊടുക്കുന്നു. കമ്പൈലേഷൻ സക്സസ്ഫുള്ളി. ബിൽഡ് കൊടുത്തു. അടുത്തത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാണ്. നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഞാനിവിടെ 5 എന്ന് കൊടുക്കുന്നു. എലമെൻറ്റ് കൊടുക്കുന്നു 12, 23, 45, 65, 28. 5 എലമെൻറ്റ് കൊടുത്തു. അപ്പോൾ നോക്കുക, ലാസ്റ്റ് കൊടുത്ത എലമെൻറ്റ് എത്ര ആയിരുന്നു? 28. ഫസ്റ്റ് കൊടുത്ത എലമെൻറ്റ് 12. അപ്പോൾ നമ്മുടെ റിസൾട്ട് നോക്കൂ, 28 ഫസ്റ്റിൽ വന്നു, ലാസ്റ്റിൽ 12 വന്നു. 28 ആദ്യം വന്നു, അത് കഴിഞ്ഞിട്ട് 12 വന്നു അല്ലേ? അപ്പോൾ അവിടെ എന്ത് നടന്നു? സ്വാപ്പിംഗ് നടന്നു. അവസാനത്തെ എലമെൻറ്റ് ആദ്യം പോയി, ആദ്യത്തെ എലമെൻറ്റ് അവസാനം വന്നു. ഓക്കെ, ഈ പ്രോഗ്രാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.